Hi, hello, my dear students, my dear children. Welcome to another new class of our revision. പ്രിയപ്പെട്ട 10ാം ക്ലാസ്സിലെ കുട്ടികളെ, നിങ്ങൾക്ക് പുതിയ ഒരു റിവിഷൻ ക്ലാസ് നമ്മൾ നടത്തുകയാണ്. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വേണ്ട റിവിഷൻ ക്ലാസ്സുകളും A+ ടിപ്പുകളും ഷുവർ ക്വസ്റ്റ്യൻസും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് 10ഓളം വീഡിയോകൾ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് വ്യൂ ചെയ്യാനായിട്ട് ലഭ്യമാണ്. നിങ്ങൾ ആ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഏറ്റവും ഷുവറായിട്ടുള്ള നമ്മുടെ പരീക്ഷയ്ക്ക് വരാൻ ഏറ്റവും ചാൻസ് ഉള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്കിന്ന് നോക്കാം. അതിൽ ഒന്നാമത്തെ ചോദ്യം ഈ 42nd ക്വസ്റ്റ്യൻ, 42, ക്വസ്റ്റ്യൻ നമ്പർ 42. എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയൻ നമുക്കറിയാം, നമുക്കൊരു ചാപ്റ്റർ ഉണ്ട് അല്ലേ, പബ്ലിക് ഒപ്പീനിയൻ. ഈ പബ്ലിക് ഒപ്പീനിയൻ്റെ അതിനകത്തുനിന്ന് നമുക്ക് 4 മാർക്കാണ് വരാൻ സാധ്യതയുള്ളത്. പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി 5% മാർക്ക്, ടോട്ടൽ മാർക്കിൻ്റെ 5% ഈ പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി എന്നുള്ള നമ്മുടെ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. അതായത് 4 മാർക്ക്. അപ്പോൾ 4 മാർക്ക് എന്ന് പറയുന്നത് ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആകാം, അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആകാം, 2 ക്വസ്റ്റ്യൻസ് ആകാം. അത് ഏത് രീതി വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ. പബ്ലിക് ഒപ്പീനിയൻ റിഫ്ലക്ട് ഡൈവേഴ്സ് ഒപ്പീനിയൻസ്. പബ്ലിക് ഒപ്പീനിയൻ ഈസ് നോട്ട് നെസസറിലി ദ സർക്കംസ്റ്റാൻസസ്, ടൈം ആൻഡ് ന്യൂ നോളജ്. പബ്ലിക് ഒപ്പീനിയൻ ഈസ് ഓൾവേസ് ഫോംഡ് നോട്ട് ഓൺലി ഓൺ പൊളിറ്റിക്കൽ മാറ്റേഴ്സ്. പബ്ലിക് ഒപ്പീനിയൻ്റെ പ്രധാനപ്പെട്ട 3 ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സാണ് പറയുക. ഒന്ന്, പബ്ലിക് ഒപ്പീനിയൻ റിഫ്ലക്ട് ഡൈവേഴ്സ് ഒപ്പീനിയൻസ്. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഡൈവേഴ്സ് ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കും. ഒരു സിംഗിൾ ഒപ്പീനിയൻ ആയിരിക്കത്തില്ല, ഡൈവേഴ്സ്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, പബ്ലിക് ഒപ്പീനിയൻ ഈസ് നോട്ട് നെസസറിലി ദ വ്യൂ ആൻഡ് ഒപ്പീനിയൻ ഓഫ് ദ മജോറിറ്റി ഓഫ് ദ പീപ്പിൾ. മജോറിറ്റി പീപ്പിളിൻ്റെ ഒപ്പീനിയൻ ആകണമെന്നില്ല പബ്ലിക് ഒപ്പീനിയൻ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളൊക്കെ നമ്മൾ അന്ന് ടീച്ചർ ക്ലാസ് എടുത്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ള ചാപ്റ്ററിൻ്റെ വീഡിയോകൾ ലഭ്യമാണ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കും. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് മജോറിറ്റിയുടെ ഒപ്പീനിയൻ ആകണമെന്നില്ല. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പബ്ലിക് ഒപ്പീനിയൻ മേ ചേഞ്ച് വിത്ത് ദ സർക്കംസ്റ്റാൻസസ്, ടൈം ആൻഡ് ന്യൂ നോളജ്. പബ്ലിക് ഒപ്പീനിയൻ ചേഞ്ച് ആകാം. ഏത് ചേഞ്ച് ആകുന്നതനുസരിച്ചാണ്? പുതിയ സമയമാകുന്നതിന്, അല്ലാതെ സമയം മാറുന്നതനുസരിച്ച്, പുതിയ നോളജ് വരുന്നതനുസരിച്ച്, അല്ലെങ്കിൽ സർക്കംസ്റ്റാൻസസ് മാറുന്നതനുസരിച്ച്, സാഹചര്യങ്ങൾ അനുസരിച്ചും സമയം അനുസരിച്ചും പുതിയ അറിവുകൾ വരുന്നതനുസരിച്ചും പബ്ലിക് ഒപ്പീനിയൻ മാറിക്കൊണ്ടിരിക്കും. ഇറ്റ് മേ ചേഞ്ച്, മാറാം, പബ്ലിക് ഒപ്പീനിയൻ മാറാം. അപ്പോൾ പബ്ലിക് ഒപ്പീനിയൻ്റെ 3 പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് മനസ്സിൽ ഉറപ്പിച്ചു വെച്ചോ. പബ്ലിക് ഒപ്പീനിയൻ എന്ന് പറയുന്നത് ഡൈവേഴ്സ് ആയിരിക്കും. രണ്ടാമത്തെ, പബ്ലിക് ഒപ്പീനിയൻ മജോറിറ്റിയുടെ ഒപ്പീനിയൻ ആകണമെന്ന് ഇല്ല. മൂന്നാമത്തേത്, ഇറ്റ് മേ ചേഞ്ച് അക്കോർഡിംഗ് ടു സർക്കംസ്റ്റാൻസസ്, അക്കോർഡിംഗ് ടു ടൈം, അക്കോർഡിംഗ് ടു ന്യൂ നോളജ്. 43rd ക്വസ്റ്റ്യൻ നോക്കിക്കേ. The first stage of public opinion formation begins with the families. Evaluate this statement and make a note. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? പബ്ലിക് ഒപ്പീനിയൻ ആദ്യമായിട്ട് ഫോർമേഷൻ സംഭവിക്കുന്നത് ഫാമിലിയിലാണ്. അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ആ സ്റ്റേറ്റ്മെൻറ്റിനെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. സബ്സ്റ്റാൻഷിയേറ്റ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഹീ എന്നല്ല, ദ. The first stage of public opinion formation begins with the family. Child socialization process starts from the family and the traditional beliefs and perceptions of the family. So, the child's socialization process. ഒരു സൊസൈറ്റിയിൽ ഒരു ചൈൽഡ് എങ്ങനെ ജീവിക്കണമെന്ന് ചൈൽഡ് മനസ്സിലാക്കുന്നത്, അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫാമിലിയിൽ നിന്നാണ്. ഫാമിലി ആൻഡ് ദ ട്രഡീഷണൽ ബിലീവ്സ് ആൻഡ് perceptions of the family influences opinion formation. So the family, the opinion of the family, their traditional beliefs and their perceptions, it influence the opinion formation of a child.
The child is a participant in the discussion held in the family in which politics, beliefs, religion, literature, etc. are all topics. So, the child is a participant in the discussion held in the family. അല്ലേ, നമ്മുടെ വീടുകളിൽ ഉണ്ടാകുന്ന ഡിസ്കഷൻസ്, ഫാമിലിയിൽ നടക്കുന്ന ഡിസ്കഷൻസ്, അത് എന്തൊക്കെ ടോപ്പിക് എടുക്കാം? പൊളിറ്റിക്സ്, ബിലീഫ്, റിലീജിയൻ, ലിറ്ററേച്ചർ, എക്സെട്ര. സോ this child is also a participant in the discussion. So the opinion formation, the child's opinion formation begins in the family. It is according to the beliefs, norms and perceptions of the family. Okay, അപ്പോൾ അത് എഴുതിക്കോണം. ഫാമിലിയാണ് അവിടെ ഈ ഒരു ചൈൽഡിൻ്റെ പബ്ലിക് ഒപ്പീനിയൻ്റെ ഫോർമേഷൻ്റെ സ്റ്റാർട്ടിങ് സ്ഥലം എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് 44, ക്വസ്റ്റ്യൻ നമ്പർ 44. ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഷേപ്പിംഗ് ആൻഡ് ഡെവലപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. അപ്പോൾ ഫാമിലി അല്ല, രണ്ടാമത്തെ നമ്മൾ അതിൻ്റെ ഹയർ ഗ്രേഡിലേക്ക് പോകുമ്പോൾ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരു കുട്ടിയുടെ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് അല്ലേ. അതിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണ് ക്വസ്റ്റ്യൻ വരുന്നെങ്കിൽ നമുക്ക് എങ്ങനെയാണ് എഴുതേണ്ടത്? ഇറ്റ് ഷേപ്സ് ആൻഡ് ഡെവലപ്സ് നോളജ്, rights, duties, scientific thinking, critical thinking, etc. in children. So, the educational institutions shape and develop knowledge, rights, duties, scientific thinking, critical thinking, etc. in children. All knowledge and skills are acquired by the child through education institutions. The process of education helps a person to form an independent and rational opinion. Activities in schools such as school parliament, clubs, activities, etc. act as a platform in public opinion formation. അല്ലേ, ഒരു ഫാമിലിയിൽ കിട്ടുന്ന ആ ഒരു പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനേക്കാൾ കുറച്ചുകൂടി സയൻറ്റിഫിക് ആയിട്ട്, കുറച്ചുകൂടി എന്താണ് ക്രിട്ടിക്കൽ തിങ്കിങ്ങോടുകൂടി അതിനെ ഷേപ്പ് ചെയ്യുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ്. അവിടെ കുട്ടിക്ക് കുറച്ചുകൂടി ബ്രോഡായിട്ടുള്ള ഒരു ചാൻസ് കിട്ടുകയാണ് ചെയ്യുക. ആക്ടിവിറ്റീസ് ഇൻ സ്കൂൾസ് സച്ച് ആസ് സ്കൂൾ പാർലമെൻറ്റ്, ക്ലബ് ആക്ടിവിറ്റീസ് എക്സെട്ര ആക്ട് ആസ് എ പ്ലാറ്റ്ഫോം ഇൻ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷൻ. ഓക്കെ, അപ്പോൾ ഫാമിലി പോലെ തന്നെ അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും എന്തിനു വേണ്ടി? പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനെ സഹായിക്കാൻ. ഓക്കെ, അടുത്ത അവിടുന്ന് വരാവുന്ന ഒരു ക്വസ്റ്റിനിലേക്ക് വന്നേ. ഫാക്ടേഴ്സ് ദാറ്റ് ഹിൻഡർ ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ എ സൊസൈറ്റി. എന്തൊക്കെയാണ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനെ തടയുന്ന, അതിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്ന, അതിനെ ഹിൻഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഓക്കെ, ഒന്നാമത്തേത് ഇല്ലിറ്ററസി, ശരിയല്ലേ, ഇല്ലിറ്ററസി. രണ്ടാമത്തെ ഡിജിറ്റൽ ഡിവൈസ്. മൂന്നാമത്തേത് ഡിജിറ്റൽ ഡിവൈഡ്. ദെൻ പോവർട്ടി, അൺഹെൽത്തി പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ആൻഡ് ലാക്ക് ഓഫ് ഡെമോക്രസി ഇൻ പൊളിറ്റിക്കൽ പാർട്ടീസ്, അൺഹെൽത്തി പ്രാക്ടീസസ് ഡ്യൂറിങ് ദ ഇലക്ഷൻ ക്യാമ്പയിൻസ്. ഇതൊക്കെ നെഗറ്റീവായിട്ട് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനെ അഫക്റ്റ് ചെയ്യും. ഇലക്ഷൻ ക്യാമ്പയിൻസിൻ്റെ സമയത്തുണ്ടാകുന്ന അൺഹെൽത്തി പ്രാക്ടീസസ്, ഒഫൻസസ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികളിൽ ഉണ്ടാകുന്ന ലാക്ക് ഓഫ് ഡെമോക്രസി. അപ്പോൾ തുറന്നു പറയാൻ ആരും തയ്യാറാകുന്നില്ല. ഡെമോക്രസി ഇല്ലെങ്കിൽ പലരും അവരുടെ പബ്ലിക് ഒപ്പീനിയൻ ശരിയായ രീതിയിൽ പ്രകടിപ്പിക്കത്തില്ല. അത് അതിൻ്റെ ഒരു തടസ്സമാണ്. അതുപോലെ ഇല്ലിറ്ററസിയാണ് ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയൊരു തടസ്സം. അതിന് നെഗറ്റീവായിട്ടുള്ള ആസ്പെക്റ്റ് അതാ, ഇല്ലിറ്ററസി. ഡിജിറ്റൽ ഡിവൈഡ്, പോവർട്ടി, അൺഹെൽത്തി പൊളിറ്റിക്കൽ ആക്ടിവിറ്റി, ഓൾ ദീസ് ഹിൻഡർ ദ ഫോർമേഷൻ ഓഫ് പബ്ലിക് ഒപ്പീനിയൻ ഇൻ എ സൊസൈറ്റി. അപ്പോൾ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും വന്നാൽ നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതിക്കോണം. ഇതൊക്കെ വരാം കേട്ടോ. പബ്ലിക് ഒപ്പീനിയൻ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കാം. ഒരു ഫാമിലി എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിക്കാം. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് പബ്ലിക് ഒപ്പീനിയനെ ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ഫോർമേഷനെ ഹിൻഡർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്. ഇതൊക്കെയാണ് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പോൾ നിങ്ങളിത് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് 46, ക്വസ്റ്റ്യൻ നമ്പർ 46.
The non-cooperation movement gained widespread popularity in both rural and urban area. Examine the participation of various sections of society in this movement. നമ്മളിത് നമ്മുടെ ടെക്സ്റ്റിലെ വളരെ നന്നായിട്ട് പഠിച്ച ഒരു ഭാഗമാണ്. നമുക്കറിയാം ഇന്ത്യയിലെ ഓൾ ഓവർ ഇന്ത്യ അല്ലേ, നാഷണൽ ലെവലിലെ നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു ഫ്രീഡം സ്ട്രഗിൾ നടന്നത്. ലോക്കലായിട്ടുള്ള ഫ്രീഡം സ്ട്രഗിൾ പലതും ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്തിരുന്നു, ചമ്പാരനും ഒക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടത്തി. പക്ഷേ നോൺ കോപ്പറേഷൻ മൂവ്മെൻ്റ് ആണ് ഓൾ ഇന്ത്യ ലെവലിൽ ഗാന്ധിജി ആഹ്വാനം ചെയ്ത ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അപ്പോൾ അതിൻ്റെ പാർട്ടിസിപ്പേഷൻ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിലെ ഓരോ സൊസൈറ്റിയുടെ ഓരോ ഗ്രൂപ്പും എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു, അവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്തായിരുന്നു, അവരെന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തു, അത് ഗ്രൂപ്പ് ബൈ ഗ്രൂപ്പ് നമ്മൾ എഴുതാൻ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ആൻസറിലേക്ക് വരാം. ഓരോ ഗ്രൂപ്പ് ഏതൊക്കെ ഗ്രൂപ്പാണെന്ന് നമുക്ക് നോക്കാം. വിമൻ, വർക്കേഴ്സ്, സ്റ്റുഡൻസ്, ട്രൈബൽ പീപ്പിൾ, പെസൻസ്, ഇത്രയും ഗ്രൂപ്പിൻ്റെ കാര്യം എഴുതണം. വിമൻ, ബോയ്ക്കോട്ടിംഗ് ഫോറിൻ ഗുഡ്സ് ആൻഡ് കളക്ടിങ് ആൻഡ് ബേണിംഗ് ഫോറിൻ ക്ലോത്ത്. Workers of the Beckingham mill in Madras, plantation laborers in Assam, and workers of the Assam Bengal railway went on strike. അവരെല്ലാവരും സ്ട്രൈക്കിലേക്ക് പോയി. ഓക്കെ, then students, thousands of students boycott government schools. Government school means British schools and colleges. The Kashi Vidyapida, Benares Gujarat Vidyapida, ജാമിയ മിലിയ ഇസ്ലാമിയ, ഓൾ ആർ ഫൗണ്ടഡ്. അപ്പം ഇൻഡിജിനസ് ആയിട്ടുള്ള സ്കൂളുകളും കോളേജുകളും സ്റ്റാർട്ട് ചെയ്യുകയും അവരെ ബ്രിട്ടീഷ് സ്കൂളുകളും കോളേജുകളും ബോയ്ക്കോട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ സ്റ്റുഡൻസ് അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അടുത്ത ട്രൈബൽ പീപ്പിൾ, ദേ ഡിഫൈൻ ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് ഫോറസ്റ്റ് ലോസ്. ഓക്കെ, ദേ ഡിഫൈൻ ബ്രിട്ടീഷ് ഇമ്പോസ്ഡ് ഫോറസ്റ്റ് ലോസ്. Then peasants. The Awadh Kisan Sabha was formed under the leadership of Jawaharlal Nehru during this period. In Bengal, peasants boycott jute cultivation. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞേക്കുന്നത്. പെസൻസ് എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? അവധ് കിസാൻ സഭ എന്നുള്ള ഒരു അവർക്കൊരു സംഘടന ഉണ്ടാക്കി. ജവഹർലാൽ നെഹ്റു ആണ് അത് ഫോം ചെയ്തത്. അതുപോലെ തന്നെ ബംഗാൾ പെസൻസ് ജൂട്ട് കൾട്ടിവേഷൻ ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോൾ നമുക്കറിയാം നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ സംഭവിച്ചതെല്ലാം ബ്രിട്ടീഷുകാരുടെ എല്ലാ സാധനങ്ങളും ബോയ്ക്കോട്ട് ചെയ്യുക, അവരുടെ അവാർഡുകളും പ്രൈസുകളും ഒക്കെ തിരിച്ചു കൊടുക്കുക, റിട്ടേൺ ചെയ്യുക, അവരുടെ സ്കൂളുകളും കോളേജുകളും ബോയ്ക്കോട്ട് ചെയ്യുക, അവരുടെ ഫാക്ടറികൾ ബോയ്ക്കോട്ട് ചെയ്യുക, അങ്ങനെ അവരുടെ ക്ലോത്തുകൾ നമ്മൾ ബേൺ ചെയ്യുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നടന്നു. അപ്പോൾ നിങ്ങൾ ഓരോ ഗ്രൂപ്പായിട്ടൊക്കെ എഴുതുക. വിമൻ, വർക്കേഴ്സ്, സ്റ്റുഡൻസ്, ട്രൈബൽ പീപ്പിൾ ആൻഡ് പെസൻസ്. ഈ അവധ് കിസാൻ സഭ അത് ആരാണ് സ്റ്റാർട്ട് ചെയ്തതെന്നൊരു ക്വസ്റ്റ്യൻ വൺ വേർഡും ചോദിക്കാം കേട്ടോ. നമ്മൾ പലപ്പോഴും അത് ജവഹർലാൽ നെഹ്റു ആണെന്നുള്ള കാര്യം കുട്ടികൾക്ക് തെറ്റിപ്പോകാറുണ്ട്. നിങ്ങൾക്ക് തെറ്റിപ്പോകരുത്. അവധ് കിസാൻ സഭ അതിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അത് ഫോം ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. The Lahore Congress was significant in history of our reasons. എന്തൊക്കെയാണ്? ലാഹോർ കോൺഗ്രസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെക്ഷനായിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ആയിരുന്നു. നമുക്കറിയാം എല്ലാ വർഷവും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനങ്ങൾ കൂടാറുണ്ട്. പക്ഷേ എടുത്തു പറയുന്ന ഒരു വാർഷിക സമ്മേളനമായിരുന്നു ലാഹോർ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്? ഞാൻ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് ഇത് വരും, ടീച്ചറിന് ഏറ്റവും വരുമെന്നൊരു ഷുവറായിട്ട് ഞാൻ മനസ്സിൽ വിചാരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയായത് കേട്ടോ, ലാഹോർ കോൺഗ്രസ്. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് ഒന്ന് നോക്കിയേ. ദ കോൺഗ്രസ് ഡിമാൻഡഡ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അതാണ് ആ ലാഹോർ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. കോൺഗ്രസ് ഡിമാൻഡഡ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ്. അതിനു മുമ്പ് കോൺഗ്രസ് ഞങ്ങളെ കൂടി ഈ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ഒരു ചെറിയ ഒരു പാർട്ടിസിപ്പേഷനും പങ്കാളിത്തവും ഒക്കെ തരണമെന്ന് ഇവർ പറയുന്നുള്ളായിരുന്നു. കോൺഗ്രസ് അത്രയും ഡിമാൻഡ് ചെയ്യുന്നുള്ളായിരുന്നു അല്ലേ, പാവങ്ങളെ അവരത്രേ ചോദിക്കുന്നുള്ളായിരുന്നു. പക്ഷേ ലാഹോർ കോൺഗ്രസ് ആയപ്പോൾ കോൺഗ്രസ് കംപ്ലീറ്റ് ഫ്രീഡം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു. ദേ ഡിമാൻഡഡ് കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ഇൻ ദ ഫസ്റ്റ് ടൈം.
It entrusted Gandhiji with the responsibility to launch a mass movement to achieve this goal. ഈ ഒരു ഗോള് എന്താണ്, കംപ്ലീറ്റ് ഫ്രീഡം, അത് നേടിയെടുക്കാൻ വേണ്ടി അതിനുള്ള ആക്ടിവിറ്റീസൊക്കെ നടത്താൻ, മൂവ്മെൻറ്റ്സ് ഒക്കെ നടത്താൻ അവർ ഗാന്ധിജിയെ റെസ്പോൺസിബിലിറ്റി കൊടുത്ത് തിരഞ്ഞെടുത്തു. ദ ട്രൈക്കളർ ഫ്ലാഗ് വാസ് ഫോം അഡോപ്റ്റഡ്. കണ്ടോ, ആദ്യമായിട്ട് നമ്മുടെ ട്രൈക്കളർ ഫ്ലാഗ് അഡോപ്റ്റ് ചെയ്തത് ഈ ലാഹോർ കോൺഗ്രസ്സിലാണ്. അപ്പോൾ 3 പോയിന്റ്സ് ആണ് തന്നിരിക്കുന്നത്. ഗാന്ധിജി അവരെ ഈ കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് നേടാനുള്ള നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിലേക്ക് പോകാൻ അവരെ സെലക്ട് ചെയ്തു. കംപ്ലീറ്റ് ഫ്രീഡം വേണമെന്ന് അവർ ആദ്യമായിട്ട് ഡിമാൻഡ് ചെയ്തു. അതുപോലെ തന്നെ ട്രൈക്കളർ ഫ്ലാഗ് അവർ അഡോപ്റ്റ് ചെയ്തു, ആദ്യമായിട്ട് അംഗീകരിച്ച് അത് അഡോപ്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ലാഹോർ കോൺഗ്രസ് ഓർത്തോണം കേട്ടോ. പിന്നെ ലാഹോർ കോൺഗ്രസ് നടന്ന വർഷവും അത് നടന്ന സ്ഥലം ലാഹോറാണ്, അതിൻ്റെ വർഷം കൂടി ഒന്ന് എഴുതിയാൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, അനലൈസ് ഹൗ വേരിയസ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി പാർട്ടിസിപ്പേറ്റ് ഇൻ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. നമുക്കറിയാം സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് 1930 ഒക്കെ ആയപ്പോഴേക്കും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ് തുടങ്ങി. ഗാന്ധിജി ഓൾ ഇന്ത്യ ലെവലിൽ നടത്തിയ രണ്ടാമത്തെ മൂവ്മെൻറ്റാണ് ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. അതായത് നിയമങ്ങൾ ലംഘിക്കുക, ബോയ്ക്കോട്ട് ചെയ്യുക എന്നുള്ള ആ ഒരു എന്താ പറയുക സിമ്പിൾ ലെവലിൽ നിന്നും കുറച്ചുകൂടി ഒരു എന്താണ് തീവ്രമായ ഒരു സമരത്തിലേക്ക് പോവുകയാണ്. ബ്രിട്ടീഷ് നിയമങ്ങൾ നമ്മൾ വയലേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ജയിൽ ഉറപ്പാണ്. നിയമങ്ങൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജയിൽ ഉറപ്പാണ്. അപ്പോൾ ജയിലിൽ പോകാൻ ഇവരെല്ലാവരും തയ്യാറായി. അപ്പോൾ അങ്ങനെ അടുത്ത ലെവലിലേക്ക് നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ പോയതാണ് സിവിൽ ഡിസൊബീഡിയൻസ്. അപ്പോൾ സോൾട്ട് സത്യാഗ്രഹം ഒക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ് ഗാന്ധിജി കൊണ്ടുവന്നത്. അപ്പോൾ അവിടുന്ന് എങ്ങനെയാണെങ്കിലും ക്വസ്റ്റ്യൻ വരും. എങ്ങനെയാണ് ഓരോ ഗ്രൂപ്പും ഈ സിവിൽ ഡിസൊബീഡിയൻസിൽ പങ്കെടുത്തത്? പെസൻസിനെ പറയണം, ലേബറേഴ്സിനെ പറയണം, ട്രൈബൽ പീപ്പിളിനെ പറയണം, വിമനെ പറയണം. അത് എല്ലാം നമ്മൾ ആദ്യത്തെ നോൺ കോപ്പറേഷനിലും പറഞ്ഞതാണ്. ഈ ഗ്രൂപ്പെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഒരു ഗ്രൂപ്പ് കൂടി ഇവിടെ കൂടുതൽ വന്നിട്ടുണ്ട്, ട്രേഡേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ്. പെസൻസ് എന്താ ചെയ്തത്? പെസൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെൻറ്റ് ബൈ റെഫ്യൂസിങ് ടു പേ ടാക്സ് ടു ദ ഗവൺമെൻറ് ആൻഡ് റെൻറ്റ് ടു ദ ലാൻഡ് ലോഡ്സ്. അപ്പം ഇവിടെ നിയമലംഘനമല്ലേ, അപ്പോൾ പെസൻസ് പറഞ്ഞു ഞങ്ങളെ ടാക്സ് തരത്തില്ല, അതുപോലെ തന്നെ ലാൻഡ് ലോഡ്സിന് റെൻറ്റും തരത്തില്ലെന്ന് പറഞ്ഞു. ഓക്കെ, അത് ആ നിയമത്തെ ലംഘിച്ചു. അടുത്ത ലേബറേഴ്സ് ഇൻ റെയിൽവേ, പോർട്സ് ആൻഡ് മൈൻസ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ മൂവ്മെൻറ്റ്. ദ ലേബറേഴ്സ് സ്ട്രൈക്ക് അറ്റ് ഷോലാപൂർ ടേൺ വയലൻറ്റ്. അപ്പോൾ അവർ നമുക്കറിയാം ഈ ഫാക്ടറികളിലും മറ്റും ജോലി ചെയ്യുന്ന, റെയിൽവേയിലുമൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ അവർ ജോലിക്ക് ചെല്ലാതിരിക്കുക എന്ന് പറയുന്നത് അവരുടെ നിയമം ലംഘിക്കുക. അപ്പോൾ അവർ ആ നിയമം ലംഘിച്ചു. അവിടുത്തെ ആ ജോലി വേണ്ടെന്ന് വെച്ച് ഇതുപോലെയുള്ള സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ പങ്കെടുത്തു. ട്രൈബൽ പീപ്പിൾ എന്താ ചെയ്തത്? ദേ വെൻറ്റ് ഇൻ ടു ദ ഫോറസ്റ്റ് ടു കളക്ട് റിസോഴ്സസ് ഡിഫൈങ് ഫോറസ്റ്റ് ലോ ഡിഫൈ ചെയ്തുകൊണ്ട് അവർ ഫോറസ്റ്റിലേക്ക് പോവുകയും ഫോറസ്റ്റ് പ്രോഡക്റ്റുകൾ കളക്ട് ചെയ്യുകയും ചെയ്തു. കളക്ട് ചെയ്യരുത്, ഫോറസ്റ്റ് കയറരുത്, അങ്ങനെ നിയമമുണ്ട്, ഫോറസ്റ്റ് ലോസ് ഉണ്ടായിരുന്നു. പക്ഷെ ആ നിയമത്തെ അവർ വയലേറ്റ് ചെയ്തു. ഓക്കെ, വിമൻ എന്ത് ചെയ്തു? ദേ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ പ്രോഗ്രാംസ് ഓഫ് ദി മൂവ്മെൻറ്റ് സച്ച് ആസ് സോൾട്ട് മേക്കിംഗ്, പിക്കറ്റിംഗ് ഷോപ്സ് ദാറ്റ് സോൾഡ് ഫോറിൻ ഗുഡ്സ്. അപ്പോൾ ഷോപ്പുകൾ പിക്കറ്റ് ചെയ്യുക, അതുപോലെ സോൾട്ട് മേക്കിംഗ് പോലുള്ള, സോൾട്ട് സത്യാഗ്രഹം പോലുള്ളതിലൊക്കെ ഈ വിമൻ അവർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഓക്കെ, ട്രേഡേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലിസ്റ്റ് ദേ റെഫ്യൂസ് ടു ബൈ ഓർ സെൽ ഇമ്പോർട്ടഡ് പ്രോഡക്ട്സ്. ബ്രിട്ടീഷുകാർ ഇമ്പോർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ഫോറിൻ പ്രോഡക്റ്റ് വിൽക്കാനും വാങ്ങാനും ഒക്കെ അവർ തയ്യാറായില്ല. ദേ റെഫ്യൂസ്ഡ്, ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ ഓരോ ഗ്രൂപ്പിൻ്റെയും പാർട്ടിസിപ്പേഷൻ അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്തത് ആ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. Along with the Gandhian method of struggle, other methods also influenced the freedom movement of India. Substantiate the statement based on the hints. Revolutionary activities, peasant movements. കുട്ടികളെ, നമ്മൾ ഗാന്ധിജി ലീഡർഷിപ്പ് കൊടുത്ത ഒരു മൂവ്മെൻ്റ് ഉണ്ട്. അതാണ് ആ ഒരു നമ്മുടെ ഫ്രീഡം സ്ട്രഗിള്. അത് വളരെ പ്രധാനപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഒരു മൂവ്മെൻ്റ് കൂടിയുണ്ട്. ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ഒക്കെ കൊണ്ടാക്കിയ അവരുടെ ഒരു ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷനും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് കുറച്ചുകൂടി ഒരു എന്താണ് തീവ്രമായിട്ട് അല്ലേ ഗാന്ധിജിയുടെ പാത്തിൽ നിന്നും വേറൊരു പാത്തിലേക്ക് പോയ ആ മൂവ്മെൻറ്റിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ.
റെവല്യൂഷണറി ആക്ടിവിറ്റീസ്, റെവല്യൂഷണറി പാത്ത് എന്ന് നമുക്ക് അതിനെ പറയാം. അപ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് എഴുതേണ്ടത്? റെവല്യൂഷണറി ആക്ടിവിറ്റീസിൽ ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HRA was formed in 1924, attempted to rob the funds of the railway at കൽക്കോരി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് റെയിൽവേയുടെ ഫണ്ടിനെ ഇവർ ലൂട്ട് ചെയ്തു അല്ലേ. ആ ഒരു സംഭവമൊക്കെ നടത്തിയത് ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ 24-ലാണത് സ്ഥാപിതമായത്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ രണ്ടാമത് ഒരു റെവല്യൂഷണറി പാർട്ടി ഉണ്ടാക്കി. In 1928, Bhagat Singh and his associate founded it. They shot a police officer named Scandress. അപ്പോൾ സ്കാൻഡ്രസിനെ അവർ ഷൂട്ട് ചെയ്തു, കൊന്നു. ലീഫ്ലെറ്റുകളൊക്കെ പാർലമെൻറ്റിൽ വിതരണം ചെയ്തു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഭഗത് സിംഗും രാജ്ഗുരുവും സുഖദേവും ഒക്കെ ചേർന്ന് ഭഗത് സിംഗിന് ലീഡർഷിപ്പ് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ. ഓക്കെ. Then the looting of the Chittagong armory, അതുപോലെ ബോംബ് ഇട്ടതുകൂടി എഴുതണം കേട്ടോ. എ ബോംബ് വാസ് ത്രോൺ ഇൻ ടു ദ സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഹാൾ. ഓക്കെ. ദിസ് ഷൂട്ടിംഗ് ഓഫ് Chittagong armory done by Surya Sen along with the revolutionaries. The prominent women revolutionaries were കൽപ്പന ദത്ത്, ബിന ദാസ്. ഈ റെവല്യൂഷണറി വിമൻസിൻ്റെ പേരെന്ന് പഠിച്ചോണം. പൃഥ്വില വാഡയാർ, കൽപ്പന ദത്ത്, ബിന ദാസ്. ഇവരുമൊക്കെ ഈ റെവല്യൂഷണറി ആക്ടിവിറ്റീസിൽ പങ്കെടുത്തു. ദെൻ CSP, കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി. The CSP was formed by those within the Congress by ജയപ്രകാശ് നാരായണൻ. അടുത്തത് പെസൻ മൂവ്മെൻറ്റ്സ്. കിസാൻ സഭ, ദ ഫോർമേഷൻ ഓഫ് ദി ഓൾ ഇന്ത്യ കിസാൻ സഭ, ദ തേഗ്ഭാഗ മൂവ്മെൻറ്റ്, ദ തെലങ്കാന മൂവ്മെൻറ്റ്. വളരെ പ്രധാനപ്പെട്ടതായിട്ടോ. ഇത് മാത്രമായിട്ടും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ പെസൻ മൂവ്മെൻറ്റ്സ് A+ലൊക്കെ എത്തണമെങ്കിൽ നിങ്ങളിത് പഠിച്ചു വെച്ചോണം. A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്ന രണ്ട് ക്വസ്റ്റ്യനും. ഈ റെവല്യൂഷണറി ആക്ടിവിറ്റീസ് അതും പഠിക്കുക. അതുപോലെ കിസാൻ മൂവ്മെൻറ്റ്, ദിസ് പെസൻ മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? കിസാൻ സഭ സ്ഥാപിച്ചു 1920s. ഫാർമേഴ്സ് സ്റ്റാർട്ടഡ് ഓർഗനൈസിങ് ദംസെൽഫ് ബൈ ഫോമിങ് കിസാൻ സഭ. ദെൻ ഫോർമേഷൻ ഓഫ് ദ ഓൾ ഇന്ത്യ കിസാൻ സഭ ഫോംഡ് ഇൻ 1936. ഇറ്റ് മാർക്ക് എ സിഗ്നിഫിക്കൻറ്റ് മൈൽ സ്റ്റോൺ ഇൻ ദ ഹിസ്റ്ററി ഓഫ് ദ പെസൻ മൂവ്മെൻറ്റ്. ദെൻ തേഗ്ഭാഗ മൂവ്മെൻറ്റ് 46-47 ബംഗാൾ. ദെൻ തെലുങ്കാന മൂവ്മെൻറ്റ് 46 ഇൻ ആന്ധ്ര. അപ്പം നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് ഈ കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എങ്കിലേ നമുക്ക് A+ ലെവലിലേക്ക് എത്താൻ പറ്റുള്ളൂ. പെസൻ മൂവ്മെൻറ്റ്സും റെവല്യൂഷണറി മൂവ്മെൻറ്റ്സും ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? നമ്മുടെ ഫ്രീഡം സ്ട്രഗിളുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് പഠിച്ചോണം. ഓക്കെ. ഇനി നമുക്ക് അവിടുന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിനെ പറ്റിയാണ്. നേതാജിയെ പറ്റി എന്താണ് ക്വസ്റ്റ്യൻ വരിക? സുഭാഷ് ചന്ദ്രബോസ് ആൻഡ് ഇന്ത്യൻ നാഷണൽ ആർമി were able to put the British government into a crisis during the Second World War. Substantiate. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഒരു ക്രൈസിസിലേക്ക്, ഒരു വലിയ ഒരു പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ INA, അതായത് സുഭാഷ് ചന്ദ്രബോസിൻ്റെ ആർമി, അവരുടെ നാഷണൽ ആർമി INAക്ക് ഇന്ത്യൻ നാഷണൽ ആർമിക്ക് സാധിച്ചു എന്നാണ് ഇവർ പറയുക. അതിനെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. എന്താണിത്? നമ്മൾ ആ പുസ്തകത്തിലുള്ള കാര്യങ്ങൾ അങ്ങ് എഴുതുക. എന്താണ്? ദി സുഭാഷ് ചന്ദ്രബോസ് ഹി ഫോംഡ് ഫോർവേഡ് ബ്ലോക്ക്, എ പൊളിറ്റിക്കൽ പാർട്ടി. ഓക്കെ. ഹി റീച്ച് സിംഗപ്പൂർ ടു കമാൻഡ് ഓഫ് ദി INA, Indian National Army, and led it in the march towards India alongside the Japanese army. The trial of captured INA soldiers, notably Colonel Prem Sagal, Colonel G.S. Dillon, and Shah Nawaz Khan at the Red Fort after World War II triggered widespread protest. The public and leaders, including Jawaharlal Nehru, defended the soldiers with the slogan "Not traitors,
ബട്ട് പേട്രിയോട്സ്. നോക്കിയാൽ അവരുടെ INAയുടെ 3 സോൾജിയേഴ്സിൻ്റെ പേര് കേണൽ പ്രേം സാഗൾ, കേണൽ GS ദിലൻ ആൻഡ് ഷാ നവാസ് ഖാൻ. അവരെ റെഡ് ഫോർട്ടിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തിയത് ജവഹർലാൽ നെഹ്റു പോലും അതിനെ എന്താണ് ഡിഫെൻഡ് ചെയ്തു അല്ലേ. അദ്ദേഹം എന്താണ് അവരെ പറ്റി പറഞ്ഞത്? നോട്ട് ട്രൈറ്റേഴ്സ് ബട്ട് പേട്രിയോട്സ്. അപ്പോൾ INA പറ്റി പറയുമ്പം ഫോർവേഡ് ബ്ലോക്ക് പൊളിറ്റിക്കൽ പാർട്ടിയാണ് സുഭാഷ് ചന്ദ്രബോസിൻ്റെ. INAയുടെ നേതൃത്വം അദ്ദേഹം ഏറ്റെടുത്തു. അതിനൊരു വിമൻ വിങ് ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ ലക്ഷ്മി മലയാളിയായിരുന്നു അതിൻ്റെ ക്യാപ്റ്റൻ. ഇവരെ ജാപ്പനീസ് സോൾജിയേഴ്സുമായിട്ട് ചേർന്ന്, ആർമിയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു. അങ്ങനെ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ബ്രിട്ടീഷുകാർക്ക് ഒരു ക്രൈസിസ് സൃഷ്ടിക്കാനായിട്ട് ഈ INAയ്ക്കും സുഭാഷ് ചന്ദ്രബോസിനും സാധിച്ചു. ഓക്കെ, ഇനി നമ്മുടെ ഇൻഡിപെൻഡൻസുമായിട്ട് ബന്ധിപ്പിച്ച് നമുക്ക് 2 കാര്യങ്ങൾ പഠിക്കണം. ക്യാബിനറ്റ് മിഷനും മൗണ്ട് ബാറ്റൺ പ്ലാനും കേട്ടോ. അത് ഏറ്റവും നമ്മുടെ 1947 വളരെ അടുത്ത് 46-ലും 47-ലും സംഭവിച്ച കാര്യങ്ങളാണ്. അത് രണ്ടും ഏറ്റവും അടുത്ത് വന്ന 2 കാര്യങ്ങളാണ്. ക്യാബിനറ്റ് മിഷൻ മാർച്ചിലാണ്, 46 മാർച്ചിൽ. മൗണ്ട് ബാറ്റൺ പ്ലാൻ എന്ന് പറയുന്നത് 47-ൽ തന്നെയാണ്, ജൂണിൽ. അത് കഴിഞ്ഞ് ഒരു 2-3 മാസം കഴിയുമ്പോൾ നമുക്ക് ഇൻഡിപെൻഡൻസ് ലഭിച്ചു. അപ്പം വളരെ അടുത്ത 2 കാര്യങ്ങളാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്, പഠിച്ചോണേ. ദ കീ പ്രപ്പോസൽ ഇൻക്ലൂഡഡ് ഫോർ ദ ഫോർമേഷൻ ഓഫ് ആൻ ഇൻട്രീം ഗവൺമെൻറ് until the transfer of power and the establishment of a constituent assembly for drafting a constitution for India. അപ്പോൾ ക്യാബിനറ്റ് മിഷൻ 46-ലെ ക്യാബിനറ്റ് മിഷൻ 2 കാര്യങ്ങളിലാണ് തീരുമാനമെടുത്തത്. ഒന്ന്, നമ്മുടെ ഇവിടെ ഒരു ഇൻട്രീം ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുക, അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യുക, ഇൻഡിപെൻഡൻസ് ഹാൻഡ് ഓവർ ചെയ്യുക, ഒരു ഇടക്കാല ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുക. അതായിരുന്നു അവരുടെ ഒന്നാമത്തെ പ്രപ്പോസൽ. രണ്ടാമത്തെ പ്രപ്പോസൽ ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ആ സമയത്തെ 46-ലെ രൂപീകരിക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, നല്ല കാര്യങ്ങളാണ് ഇത് രണ്ടും അല്ലേ. വെറുതെ നമുക്ക് പവർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ പവർ ഹാൻഡ് ഓവർ ചെയ്യണമല്ലോ, ഇൻഡിപെൻഡൻസ് ഹാൻഡ് ഓവർ ചെയ്യാൻ ഒരു ഗവൺമെൻറ് വേണം. അങ്ങനെ ഇലക്ഷൻ നടക്കാത്തത് കൊണ്ട് ഒരു ഇൻട്രീം ഗവൺമെൻറ്റിനെ സെറ്റ് ചെയ്യുക, അതായിരുന്നു ക്യാബിനറ്റ് മിഷൻ്റെ ഒന്നാമത്തെ പ്രപ്പോസൽ. രണ്ടാമത്തെ, നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വേണം ഇന്ത്യക്ക്, അതിനുവേണ്ടി ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി രൂപീകരിക്കുക. ഓർത്തു വെച്ചോണേ. മൗണ്ട് ബാറ്റൺ പ്ലാൻ June 3, 1947. This proposal was put forward by Lord Mountbatten, the last viceroy. അദ്ദേഹത്തിൻ്റെ ഒരു എന്താണ് പ്രത്യേകതയാണ്, അദ്ദേഹമായിരുന്നു ലാസ്റ്റ് വൈസ്രോയ്. ഇറ്റ് പ്രപ്പോസ് പാർട്ടീഷിങ് ദ കൺട്രി ഇൻറ്റു ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. മൗണ്ട് ബാറ്റൺ എടുത്ത ഫസ്റ്റ് പ്രപ്പോസൽ എന്ന് പറയുന്നത് പാർട്ടീഷൻ ഓഫ് അവർ കൺട്രി ഇന്ത്യ ഇൻറ്റു 2 countries, ഹിന്ദുസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ, ഓർ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ, ആൻഡ് ഗ്രാൻഡിങ് ദം ഇൻഡിപെൻഡൻസ്. ഈ മൗണ്ട് ബാറ്റൺ പ്ലാനിനകത്ത് മറ്റ് ചില പ്രപ്പോസൽസ് കൂടിയുണ്ട്, അത് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്, എടുത്തു നോക്കുക, വായിക്കുക. ഓക്കെ, അപ്പോൾ പഞ്ചാബിനെയും അതുപോലെ ബംഗാളിനെയും ഡിവൈഡ് ചെയ്യണമെന്ന് തീരുമാനിക്കപ്പെട്ടു. കാശ്മീരിൻ്റെ കാര്യത്തിന് ഒരു റഫറൻഡം എടുക്കാനായിട്ട് തീരുമാനിക്കപ്പെട്ടു. അതൊക്കെ ഒന്ന് പഠിച്ചോണം കേട്ടോ. റൈറ്റ് എ നോട്ട് ഓൺ ദ ഫോർമേഷൻ ഓഫ് ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് കേട്ടോ. ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ. ആദ്യം നമ്മൾ നമ്മുടെ ഇന്ത്യയുടെ പ്രോവിൻസസ്, ബ്രിട്ടീഷ് പ്രോവിൻസസിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യ ഫോം ചെയ്തു. അതായത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലും VP മേനോനും കൂടി ഒരു VP മേനോൻ പ്ലാൻ അനുസരിച്ച് ഇന്ത്യയുടെ നാട്ടുരാജ്യങ്ങളെ, നമ്മുടെ ലോക്കൽ രാജ്യങ്ങളെ അവർ ഇൻ്റഗ്രേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൊണ്ടുവന്ന ഒന്നാണ് ഈ ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. അത് പഠിച്ചോണം കേട്ടോ. ഓക്കെ, അത് നമുക്ക് അതിൻ്റെ ആൻസർ തന്നിട്ടുണ്ട്. ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ, പോട്ടി ശ്രീരാമലുവിൻ്റെ കാര്യം, ആന്ധ്ര സ്റ്റേറ്റ് ഉണ്ടാക്കിയ കാര്യം, പിന്നീട് സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ വെക്കുന്നു. ആ കമ്മീഷനെ മെമ്പേഴ്സിൻ്റെ പേരും ഒക്കെ ഓർത്ത് വെച്ചോണം. അതിനുശേഷം ആ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു, ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ്റെ ആക്ട് പാസ്സാക്കുന്നു. അങ്ങനെ ഭാഷയുടെ അടിസ്ഥാനത്തിൽ, ലാംഗ്വേജിൻ്റെ ബേസിൽ നമ്മൾ നമ്മുടെ സ്റ്റേറ്റുകളെ റീഓർഗനൈസ് ചെയ്യുന്നതിനെ പറ്റി എഴുതുക. ഓക്കെ, ഇത് ഇവിടെ പറയുന്നുണ്ട്, അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, 1953 the central government appointed a state reorganization commission under Justice Fasal Ali. 53
52-53 എന്താ സംഭവിക്കുക? ഫോളോയിങ് ദ ഡെത്ത് ഓഫ് പോട്ടി ശ്രീരാമലു during a hunger strike demanded at Telugu speaking state. The state of Andhra Pradesh formed on October 1, 53. Then the Constituent Assembly appointed K.S. Dar Linguistic Provinces Commission and the Congress appointed a JVP committee to study the demand. 48-ലെ 53-ലെ ശ്രീരാമലു ആന്ധ്രാപ്രദേശ്, 53-ൽ തന്നെ ഫസൽ അലിയെ അതിൻ്റെ ചെയർമാനാക്കിക്കൊണ്ട് ഒരു സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ. ദെൻ 56-ൽ ബേസ്ഡ് ഓൺ ദ കമ്മിറ്റി റിപ്പോർട്ട് ഓർ ദിസ് കമ്മീഷൻ റിപ്പോർട്ട് ദ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ബില്ല്. അത് മറന്നുപോയല്ലേ, ഏതൊരു കാര്യം വരണമെങ്കിലും ഒരു ആക്ട് അല്ലെങ്കിൽ ഒരു ബില്ലുണ്ടാകണം. ഓക്കെ, ലിംഗ്വിസ്റ്റിക് റീഓർഗനൈസേഷൻ ബില്ല് നമ്മുടെ പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ടു. അങ്ങനെ ആ ആക്ടിൻ്റെ ബേസിലാണ് നവംബർ 1, 1956-ൽ നമ്മുടെ ലാംഗ്വേജിൻ്റെ ബേസിൽ സ്റ്റേറ്റുകൾ ഫോം ചെയ്തത്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റും ഫോം ചെയ്യപ്പെട്ടത്. ഓക്കെ, വൈ വാസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഇൻ ദ ഇന്ത്യൻ യൂണിയൻ കൺസിഡേർഡ് എ ചലഞ്ചിങ് മിഷൻ? അനലൈസ് ആൻഡ് ജസ്റ്റിഫൈ ആൻഡ് കൺക്ലൂഷൻസ്. ഓക്കെ, അപ്പോൾ ഇതും വളരെ പ്രധാനപ്പെട്ടതല്ലേ, നമ്മൾ പഠിച്ചതാണ്. നമ്മുടെ അയൺ മാൻ സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും അവരുടെ പ്രവർത്തനം, വി പി മേനോൻ പ്ലാൻ, അവർ ആ പ്ലാനിൽ എന്താണ് ചെയ്തത്, അവരെങ്ങനെ സക്സസ് ആയി, അല്ലേ? അത് നമ്മൾ നന്നായിട്ട് പഠിച്ചോണം. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു ചിൽഡ്രൻ. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും നെക്സ്റ്റ് ഡേ കാണാം. താങ്ക് യു ചിൽഡ്രൻ. താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു.